മോർണിംഗ്. എല്ലാവർക്കും സ്പന്ദനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്കൊരു ഹോളിസ്റ്റിക് വെൽനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അതായത് എല്ലാവർക്കും അവരുടേതായ ഒരു റുട്ടീനായിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റുട്ടീനിൻ്റെ എന്തൊക്കെയാണ് പ്രോബ്ലംസ്, കാര്യങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് നല്ലൊരു ആരോഗ്യം അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു നല്ലൊരു ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ ഹെൽത്തിലേക്ക് എത്താൻ പറ്റുന്നത് ആയിട്ടുള്ള ഒരു ഡെയിലി റുട്ടീനാണ് നമ്മളിന്ന് ചാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനൊരു റുട്ടീൻ നമ്മൾ സെറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇപ്പോഴത്തെ കണ്ടീഷൻസ് എന്താണ്, ഈ കണ്ടീഷൻസ് നമ്മളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻസ് മനസ്സിലായാൽ മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് ഒരു അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻസ് എങ്ങനെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കയ്യിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ഒരു ഡയറിയോ ബുക്കോ അല്ലെങ്കിൽ ഒരു പേപ്പറിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിസിക്കൽ കണ്ടീഷൻസ്, അതായത് ഓരോരുത്തരുടെ കണ്ടീഷൻസും ഡിഫറെൻ്റ് ആയിരിക്കും. എല്ലാവർക്കും ഒരേ ഫിസിക്കൽ എബിലിറ്റി കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. അപ്പം നിങ്ങൾക്ക് ഫിസിക്കൽ കണ്ടീഷൻ എന്താണെന്ന് നിങ്ങൾ അതിൽ മാർക്ക് ചെയ്തിടുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് നടക്കുമ്പോൾ കിതപ്പ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ മുട്ടുവേദന എടുക്കുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫിസിക്കൽ കണ്ടീഷൻസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു ഫിസിക്കൽ പ്രോബ്ലം എഴുതുക. അപ്പോൾ ഈ ഫിസിക്കൽ പ്രോബ്ലംസ് നമ്മൾ എഴുതുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ നമ്മളൊരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ എന്നായിട്ട് നമ്മൾ നോക്കണം. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, നമുക്ക് മെയിനായിട്ട് വരുന്നത് എക്സസൈസാണ്. അപ്പോൾ ഈ ഒരു എക്സസൈസ് എന്തെങ്കിലും മോഡ് ഓഫ് തെറാപ്പീസ് അല്ലെങ്കിൽ ഒരു എക്സസൈസ് പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത്. അപ്പോൾ എക്സസൈസിൽ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഓട്ടം, ചാട്ടം അല്ലെങ്കിൽ ഫിസിക്കലായിട്ട് നമുക്ക് വരുന്ന എക്സസൈസിൻ്റെ കൂടെ തന്നെ നമ്മൾ യോഗ, സൂംബ, ഡാൻസ് അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു എക്സസൈസ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നോട്ട് ചെയ്തിടാനായിട്ട് പറ്റും. നമ്മൾ ഫിസിക്കൽ വെൽനസ് റിലേറ്റഡ് ആയിട്ട് നമുക്കിപ്പോൾ ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ നോട്ട് ചെയ്തു, നമുക്ക് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമ്മൾ നോട്ട് ചെയ്തു. ഇനി അടുത്ത നമ്മൾ എന്താണ് എഴുതേണ്ടത്, നമുക്ക് മെൻ്റൽ വെൽനസ്. അപ്പോൾ മെൻ്റൽ വെൽനസ്സിൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ചിന്താഗതി എങ്ങനെയാണ്. നമുക്ക് തന്നെ സെൽഫായിട്ട് ചിലപ്പോൾ അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ വിചാരിക്കും നമ്മൾ പറയുന്നതെല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്, നമ്മൾ നെഗറ്റീവേ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നമുക്ക് ഉള്ളത്. പക്ഷേ ആക്ച്വലി നമ്മൾ അങ്ങനെയാണോ? നമ്മൾ പറയുമ്പോൾ ആൾക്കാർ, നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമ്മൾ കുറച്ച് സമയം ആലോചിക്കുക. അവർ നമ്മളൊരു നെഗറ്റിവിറ്റി ആണോ സ്പ്രെഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആണെന്നാണോ അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി നമ്മൾ ആ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളതല്ല, ഡെഫിനറ്റ്ലി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മളെ പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും നമുക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ തോന്നാതെ നമ്മുടെ ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ് സർക്കിൾ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി സർക്കിൾ അവരെന്താണ് നമ്മളെക്കുറിച്ച് പറയുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു മെൻ്റൽ ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ മെൻ്റൽ വെൽനസ്സിൻ്റെ സ്ഥലത്ത് നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഇമോഷണൽ വെൽനസ്സിൻ്റെ ഒരു ചാർട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ ഇമോഷണൽ വെൽനസ്സിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മുടെ വിചാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ പെട്ടെന്ന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ പതറിപ്പോകുന്ന ആളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാനാണോ നമ്മൾ കൂടുതൽ ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര എക്സ്പോസ് ചെയ്യുന്ന, അതായത് നമ്മൾ ഭയങ്കര ദേഷ്യത്തോട് കൂടെയാണോ നമ്മൾ പെരുമാറുന്നത്, അതോ നമ്മൾ കാമായിട്ടാണോ ആ ഒരു കാര്യം അപ്രോച്ച് ചെയ്യുന്നത്. ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇമോഷണൽ നമ്മുടെ ഹെൽത്ത് റിലേറ്റഡ് കാര്യത്തിൽ നമ്മൾ എഴുതേണ്ടത്. ഇനി അടുത്ത നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ സോഷ്യൽ ആസ്പെക്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളാണ് നമ്മൾ ഇനി അടുത്ത് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ സോഷ്യൽ ഹെൽത്തിൽ നമ്മൾ എന്തായിരിക്കും നോർമലി വരുന്നത്, നമ്മുടെ ഫാമിലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, അതായത് ഫാമിലിയിൽ നമ്മൾ ഭയങ്കര അറ്റാച്ച്ഡ് ആണോ, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് നമ്മളടുത്ത് തിരിച്ച് അറ്റാച്ച്ഡ് ആണോ. അപ്പോൾ നമുക്ക് തോന്നും നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഫാമിലിക്ക് വേണ്ടി വളരെ നല്ല കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നുന്ന മാത്രമല്ല നമ്മൾ അതിന് വേണ്ടി തന്നെയാണ് വർക്കും ചെയ്യുന്നത്. പക്ഷേ തിരിച്ച് ഈ ഫാമിലിയിലെ ആൾക്കാർക്ക് ഇങ്ങനെ തന്നെയാണോ
നമ്മളടുത്ത് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്മുടെ സോഷ്യൽ ഹെൽത്തിൽ നമുക്കെന്ത് നമ്മളെക്കുറിച്ച് തോന്നുന്നു എന്നുള്ളതല്ല നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ബാക്കിയുള്ളവർക്ക്, നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക്, നമ്മുടെ ഫ്രണ്ട് സർക്കിളിലുള്ളവർക്ക് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കി അത് നോട്ട് ചെയ്ത് വെക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു സോഷ്യൽ ഹെൽത്തിൽ നമ്മുടെ ഫാമിലിയിലുള്ളവർക്ക് നമ്മുടെ അടുത്ത് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം നോട്ട് ചെയ്തു, നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെക്കുറിച്ച് എന്താണ് തോന്നുന്നത് എന്നുള്ള ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്തു, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ നൈബേഴ്സ്, ഇവരുടെ എല്ലാം നമ്മുടെ അടുത്തുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മളിതിൽ ഫോക്കസ് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കേണ്ടത്. ഇനി അടുത്തത് നമ്മുടെ ഒക്യുപ്പേഷണൽ ഹെൽത്ത്. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ജോലി നമ്മൾ മെൻ്റലി സാറ്റിസ്ഫൈഡ് ആണോ, അല്ലെങ്കിൽ നമുക്കത് പൂർണ്ണ സംതൃപ്തി തരുന്ന ജോലിയാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ജോലി നമുക്ക് ഭയങ്കരമായിട്ട് ടയർഡ്നെസ് ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് മെൻ്റലി നമുക്ക് സ്റ്റേബിൾ അല്ലാത്ത കാര്യമാണോ, ഈ കാര്യം നമ്മൾ മെയിനായിട്ട് നോക്കി അതിൽ നോട്ട് ചെയ്യേണ്ടതാണ്. ഇതിന് ശേഷം ഒക്യുപ്പേഷനിൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ കൊളീഗ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ കൊളീഗ്സുമായിട്ടുള്ള നമ്മുടെ അപ്രോച്ച് എന്താണ്, അവരുടെ അപ്രോച്ച് എന്താണ്, ഈ വക കാര്യങ്ങളും കൂടെ നമുക്ക് ഈ ഒക്യുപ്പേഷണൽ ഹെൽത്തിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി അടുത്തത് നമ്മുടെ ഫിനാൻഷ്യൽ ഹെൽത്ത്. ഫിനാൻഷ്യൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി. കാരണം ഈ സാമ്പത്തിക സ്ഥിതി ഡെഫിനറ്റ്ലി നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യാമെന്ന് പറയുമ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഹെൽത്തിനും ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല, നമ്മുടെ ഓരോ ആസ്പെക്ട്സും, നമ്മുടെ ചുറ്റുപാടുകൾ, മെൻ്റൽ ആസ്പെക്ട്സ്, സോഷ്യൽ ആസ്പെക്ട്സ്, സ്പിരിച്വൽ ആസ്പെക്ട്സ്, ഇതെല്ലാം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ വോൾ ബോഡിയെ അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വെൽനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, നമ്മൾ ഇതുപോലത്തെ ഓരോ കാര്യവും അതിൽ നോട്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അത് നമുക്ക് ഓവർകം ചെയ്ത് കുറച്ചും കൂടെ വ്യക്തതയോടെ വരുത്താനായിട്ടുള്ള രീതിയിൽ നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽത്തും നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ മുമ്പിൽ ഇപ്പോൾ ഒരു ചാർട്ട് ഇരിപ്പുണ്ട്. അതിൽ നമ്മുടെ ഡിഫറെൻറ്റ് ആസ്പെക്ട്സ്, ഫിസിക്കൽ ഹെൽത്ത് മുതൽ ഫിനാൻഷ്യൽ ഹെൽത്ത് വരെയുള്ള എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിൽ ചാർട്ടായി. ഇനി ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യണം. ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് പുറത്തു വരാം, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ള ഒരു ഗോള് നമ്മൾ സെറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ഗോള് സെറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിനെ സെൽഫായിട്ട് പറ്റിയെന്ന് വരും, ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം, നിങ്ങളൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻറ്റിനെ കാണുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഓക്കെ ഈ കാര്യങ്ങളിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ആരാവും എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും. ഈ ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻറ്റിൻ്റെ അടുത്ത് പോകാൻ അല്ലെങ്കിൽ അവരുടെ ഒരു ഉപദേശം തേടാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്ററായിട്ട് ആരാണ് നിങ്ങളുടെ ഇത് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി അവരെ മീറ്റ് ചെയ്യുക. പക്ഷേ അങ്ങനെ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ചില ആസ്പെക്ട്സിൽ അവർക്ക് നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ ഫിസിക്കൽ ആസ്പെക്ട്സിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും, സോഷ്യലി ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ബാക്കിയുള്ള കേസുകളിൽ മെൻ്റൽ, ഇമോഷണൽ, ഫിനാൻഷ്യൽ, ഒക്യുപ്പേഷണൽ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ അവരെ കൊണ്ട് പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ ബെറ്റർ എപ്പോഴും ഒരു പ്രാക്ടീസിങ് ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ഗോൾസ് സെറ്റ് ചെയ്യാൻ അവരുടെ ഒരു ഹെൽപ്പും കൂടെ നിങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ചാർട്ടുമായിട്ട് നിങ്ങൾ ഹോളിസ്റ്റിക് വെൽനസ് കൺസൾട്ടൻറ്റിനെ മീറ്റ് ചെയ്യുന്നു. അവർ നിങ്ങളുടെ ഓരോ ആസ്പെക്ട്സിലും നിങ്ങൾക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സപ്പോർട്ടായിരിക്കും അവർ തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടി ഒരു ഗോൾ സെറ്റ് ചെയ്യും. ഈ ഗോളെന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്മാർട്ട് ഗോളായിരിക്കും. നോർമൽ നമ്മൾ ഓക്കെ ഇന്നൊരു സമയത്തിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ ഒരു നമ്മൾ നോർമലി എന്ത് ചെയ്യും, ഓരോ കൊല്ലവും നമ്മൾ ഓരോ ന്യൂ ഇയർ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ഈ കൊല്ലം എനിക്ക് വണ്ണം കുറയ്ക്കണം, അല്ലെങ്കിൽ ഈ കൊല്ലം ഞാൻ ഫിസിക്കലി ഫിറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യും, അല്ലെങ്കിൽ ഈ കൊല്ലം എനിക്ക് ഇന്നൊരു ഡ്രീം അച്ചീവ് ചെയ്യണം. പക്ഷേ ഇതൊന്നും നടക്കാതെ വരുന്നതാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിസിക്കൽ ഹെൽത്ത്നെസ് അല്ലെങ്കിൽ ഒരു ഹോളിസ്റ്റിക് വെൽനെസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു സ്മാർട്ട് ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ സ്മാർട്ട് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, ദെൻ ആർ റെലവൻറ്റ് ആൻഡ് ടി ടൈം ബോണ്ട്. അപ്പോൾ സ്മാർട്ട് ഗോൾ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്പെസിഫിക്, മെഷറബിൾ, അച്ചീവബിൾ, റെലവൻറ്റ് ആൻഡ് ടൈം ബോണ്ട്. അതായത് നമ്മൾ ചെയ്യുന്ന ആ ഒരു ഗോള് നമുക്ക് സ്പെസിഫിക് ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഇതെന്ന് ഉദ്ദേശം എന്താണ്, നമ്മൾ ഫിസിക്കലി, മെൻ്റലി, സോഷ്യലി, ഫിനാൻഷ്യലി ആൻഡ് ഒക്യുപ്പേഷണലി നമ്മൾ സെറ്റ് ആവണം. അപ്പോൾ അത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്.
ദെൻ മെഷറബിൾ. നമ്മൾ ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും നമ്മൾ ഈ പറയുന്ന ഗോൾസിലേക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലേ എന്നുള്ള കാര്യം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റണം. എന്നാലേ അതനുസരിച്ച് നമുക്ക് കറക്ഷൻസ് വരുത്താനായിട്ട് പറ്റത്തുള്ളൂ. ദെൻ അച്ചീവബിൾ, അതായത് നമ്മൾ ഒരിക്കലും നടക്കൂല എന്ന് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഗോളായിട്ട് സെറ്റ് ചെയ്യില്ല. നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടോ, അതോ അച്ചീവ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഡിഫിക്കൽട്ടി ഉണ്ടോ എന്നുള്ള കാര്യം നോക്കി അച്ചീവബിളായിട്ട് നടക്കാൻ ചാൻസ്, അതായത് നമ്മൾ മാക്സിമം നമ്മുടെ എഫേർട്ട് ഇട്ടാൽ, നമ്മൾ പരിശ്രമിച്ച് കഴിഞ്ഞാൽ ആ ഗോള് അച്ചീവ് ചെയ്യുമെന്ന് തോന്നുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിലേക്ക് സെലക്ട് ചെയ്യേണ്ടതായിട്ടുള്ളത്. ഇനി റിലവൻറ്റ്, അതായത് ഈ ഒരു സാമൂഹ്യ സ്ഥിതിയിൽ അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണോ, ഈ കാര്യവും കൂടെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ഇമ്പ്രൂവ് ചെയ്യേണ്ട അത്യാവശ്യമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് വരുന്ന സാധനം വേണം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്. ദെൻ ടൈം ബോണ്ട്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ വണ്ണം കുറയ്ക്കണമെന്നുണ്ട്, നമുക്കിപ്പോൾ ഒരു 100 kg ഉണ്ട്, നമുക്ക് 80 kg ആവണം, ഇതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഈ 100 kg നിന്ന് 80 kg നമുക്ക് എങ്ങനെ എത്താം? ചിലപ്പോൾ 1 കൊല്ലം കൊണ്ടെത്താം, അല്ലെങ്കിൽ ഒരു 6 മാസം കൊണ്ടെത്താം, അല്ലെങ്കിൽ 3 മാസം കൊണ്ടെത്താം. അപ്പോൾ ഇതിന് നമ്മളൊരു ടൈം ഫ്രെയിം കൽപ്പിക്കണം. അതായത് എനിക്ക് ഇന്ന സമയം, ഇതാണ് എൻ്റെ മുമ്പിലുള്ള ടൈം, അല്ലെങ്കിൽ ഒരു 3 മാസമാണ് ഇല്ലെങ്കിൽ 6 മാസമാണ്, ഈ സമയത്തിൻ്റെ അകത്ത് നമ്മൾ തീർക്കണം. അപ്പോൾ ഒരു ടൈം ബോണ്ട് ഇല്ലാത്തത് എന്ത് ചെയ്യും? വണ്ണം കുറയ്ക്കാം, ഒരു 6 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ 1 കൊല്ലം ഉണ്ടല്ലോ ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടി കൊണ്ടുപോകാതെ നമുക്കൊരു ടൈം ഫ്രെയിം സെറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നു. അങ്ങനെ നമ്മളൊരു സ്മാർട്ട് ഗോള് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തു. ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഗോൾ ചെയ്തു. ഈ ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ബർഡൻസ് അല്ലെങ്കിൽ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സ്റ്റഡി ചെയ്യണം. അതായത് ഇപ്പോൾ ഫിസിക്കൽ ഇതിൽ നമ്മളിപ്പോൾ വിചാരിച്ചു രാവിലെ എനിക്ക് ഓടാനായിട്ട് പോവാം, അല്ലെങ്കിൽ രാവിലെ ഞാൻ ഒന്ന് നടക്കാനായിട്ട് പോവാം, പക്ഷേ നമുക്ക് ഫിസിക്കലി മുട്ടുവയ്യ അല്ലെങ്കിൽ കാലിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതൊരു ഒബ്സ്റ്റക്കിളാണ്. അപ്പോൾ ഇതെങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് വിശന്നിരിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മൾ ഡയബറ്റീസ് പേഷ്യൻ്റാണ്, അപ്പോൾ നമുക്ക് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം. അപ്പോൾ ഈ എനർജി കുറയ്ക്കാൻ അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ അൺഅച്ചീവബിൾ ആയിട്ടുള്ള ഫുഡ് ഒഴിവാക്കി ഒരു വാട്ടർ ഡയറ്റ് കീപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഒരു ജ്യൂസ് ഡയറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്കെപ്പോഴും ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ അതെന്ത് ചെയ്യണം? അതെന്താണെന്നുള്ള കാര്യം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യണം. അതായത് നമ്മുടെ ഓബ്സ്റ്റക്കിൾസ്, നമ്മുടെ ഓരോ പ്ലാനിൽ എന്തൊക്കെയാണ് നമ്മുടെ ഓബ്സ്റ്റക്കിൾസ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓബ്സ്റ്റക്കിൾസ് നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ചിലപ്പോൾ നമുക്ക് രാവിലെ എണീക്കുക, ഈ എക്സസൈസ് ചെയ്യുക അല്ലെങ്കിൽ രാവിലെ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ള ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ഓവർകം ചെയ്യണം. അപ്പോൾ ഈ ഓവർകം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ നമുക്ക് നടക്കില്ല എന്ന് നമുക്ക് തന്നെ ഉറപ്പുള്ള ഒരു കാര്യം. നമ്മൾ ഇതിന് വേണ്ടി നമ്മളൊരു പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് രാവിലെ ഇത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മൾ ചാടി എണീച്ചാൽ ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ഈ ഗോളിൽ നിന്ന് അല്ലെങ്കിൽ ഈ സെറ്റ് ചെയ്ത പ്ലാനിൽ നിന്ന് നമ്മൾ പുറത്തു പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു പ്ലാൻ നമ്മൾ വൈകിട്ടത്തേക്കാകുക. വൈകിട്ടാകുമ്പോൾ നമുക്ക് പ്രോബ്ലം ഇല്ല, നമുക്ക് കുറച്ചും കൂടെ ആക്റ്റീവായിട്ടുള്ള സമയമാണ്. ഈ നടത്തുക, എക്സസൈസ്, യോഗ ഇതുപോലത്തെ കാര്യം നമ്മൾ ഈവനിങ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ശാരീരിക പ്രകൃതിയിൽ നിന്ന് നമ്മൾ മാറി നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഈ ഒരു ടൈമിൽ നമുക്കത് ലോങ് ടേം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഓബ്സ്റ്റക്കിൾസ് കണ്ടുപിടിച്ചു, നമ്മൾ ഈ ഓബ്സ്റ്റക്കിൾസിൽ നിന്ന് ഓവർകം ചെയ്തു. അപ്പോൾ ഈ ഓബ്സ്റ്റക്കിൾസിൽ നിന്ന് ഓവർകം ചെയ്ത് നമ്മളിങ്ങനെ കണ്ടിന്യൂസ് പോകുന്നതിനൊപ്പം ഈ ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാനായിട്ട് ഏത് ലെവൽ വരെ എത്തി, ഇതുപോലത്തെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസിന്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന്, ഒക്യുപ്പേഷണൽ ഹെൽത്തിനൊന്നും ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ നമ്മുടെ പഴയ സ്റ്റേജിൽ നിന്ന് മാറി വരുന്നുണ്ടോ എന്നറിയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഓരോ പ്രാവശ്യവും, അത് വീക്ക്ലിയോ മന്ത്ലിയോ കാര്യങ്ങളിൽ നമ്മളിത് ഓവർകം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, അതായത് മെഷർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ഒരു ചാർട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കണ്ടീഷൻസ് എന്താണ് എന്നുള്ളത് നമ്മൾ നോക്കുക. എന്നിട്ട് ഈ കണ്ടീഷൻസ് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പ്രീവിയസ് നമ്മൾ ചെയ്ത ചാർട്ടുമായിട്ട് നോക്കുക, രണ്ടും കൂടെ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുക. അതായത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഓവർകം ചെയ്തിട്ടുണ്ടോ, ഓക്കെ ഞാനിപ്പോൾ കഴിഞ്ഞ 1 മാസമായിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ 2 ആഴ്ചയായിട്ട് ചെയ്യുന്നു, അതിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ചിലപ്പം അച്ചീവബിൾ ആയിട്ട്
പറ്റില്ല, പഴയ രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്ന രീതിയിൽ മാറ്റം വരുത്തണം. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്യുക. ആ ചേഞ്ച് നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോളിസ്റ്റിക് ഹെൽത്തിൽ പ്രാവർത്തികമായില്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുന്ന രീതിയിൽ നമ്മളിതൊന്ന് മോഡിഫൈ ചെയ്യുക. അപ്പോൾ ഡെഫിനറ്റ്ലി ഈ ഒരു കാര്യം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് നമ്മുടെ ടൈം ബോണ്ട്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ടൈം ബോണ്ടിൻ്റെ അകത്ത് ഇതിൽ എത്രത്തോളം അച്ചീവായി എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുക. എന്നിട്ട് ആ ഒരു ടൈം ബോണ്ട് ഫ്രെയിമിൻ്റെ അകത്ത് നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു 60% ആയിരിക്കും അച്ചീവ് ചെയ്ത്, അല്ലെങ്കിൽ 70% ആയിരിക്കും നമ്മൾ അച്ചീവ് ചെയ്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ബാക്കി ഒരു പെർസെൻറ്റേജ്, ആ എത്ര പെർസെൻറ്റേജ് ആണോ നമുക്ക് ഡിഫറൻസ് ഉള്ളത്, ആ ഒരു പെർസെൻറ്റേജിനും കൂടെ ഇത് കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ആ ടൈം ഫ്രെയിം എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഹോളിസ്റ്റിക് വെൽനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെ ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ക്രീൻ ടൈം കഴിവതും നമ്മൾ കുറച്ച് കൊണ്ടുവരിക. അതായത് നമ്മളിപ്പോൾ നോർമലി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊബൈൽ നോക്കി എല്ലാവരും ഓരോ മൂലയിലിരിക്കുകയായിരിക്കും ചെയ്യുന്നത്, അല്ലെങ്കിൽ ടി വിയുടെ മുമ്പിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്രീൻ ടൈം മാക്സിമം കുറയ്ക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ബാക്കിയുള്ള മെൻ്റൽ ഹെൽത്ത്നെസ്, ഇമോഷണൽ വെൽനസ്, ഫാമിലി വെൽനസ്, ഒക്യുപ്പേഷണൽ വെൽനസ്, ഇതുപോലത്തെ കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമും നമ്മുടെ മൈൻഡ് റിലാക്സ് ആവാനും നമ്മുടെ മൈൻഡ്ഫുൾനെസ് വരാനും ഒക്കെ ആയിട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ കിടക്കുന്നതിന് അറ്റ്ലീസ്റ്റ് 1 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങളുടെ മൊബൈലും ടി വിയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചിട്ട് ഇരിക്കുക. പിന്നെ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വളരെ നല്ലൊരു പോസിറ്റിവിറ്റി നൽകുന്നതാണ്. നല്ലൊരു ഗുഡ് സ്ലീപ്പ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ മാക്സിമം ഒരു 10:30 ആകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഹോളിസ്റ്റിക് വെൽനസ് പ്ലാൻ. നിങ്ങളെല്ലാവരും അതൊന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങൾ തന്നെ അനുഭവിച്ചറിയുക. ഇപ്പം ഇന്നത്തെ സ്പന്ദനം ഇതോടുകൂടി അവസാനിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു എപ്പിസോഡുമായിട്ട് കാണാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു. നമസ്തേ. സ്പന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത് ഞങ്ങളുടെ അവതരിപ്പിക്കാൻ പോകുന്ന കളരിയുടെ കുറുവടി പ്രയോഗങ്ങളാണ്. അത് ഉപയോഗിക്കുന്ന രീതികളും അതിനെ ബ്ലോക്ക് ചെയ്യുന്നതും അതിൻ്റെ ടെക്നിക്കലുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അതിൽ 1, 2, 3 ഇങ്ങനെ ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിന് മൊത്തമായിട്ട് പറയുന്നത് കുറുവടി പ്രയോഗങ്ങളാണ്.
ഞങ്ങൾ ഇന്നിവിടെ കാഴ്ചവെച്ചത് കുറുവടിപ്പയറ്റാണ്. അതിൽ കുറുവടി കൊണ്ട് അടിക്കുകയും ഒരാൾ പിടിച്ചു വാങ്ങിക്കുന്നതും അങ്ങനെയുള്ള ടെക്നിക്കലാണ് കൂടുതലും കാണിച്ചിട്ടുള്ളത്. ഇനി അടുത്ത എപ്പിസോഡിലേക്ക് പുതിയൊരു ആയുധ പരിശീലനവുമായി ഞങ്ങളെത്തുന്നതാണ്.